കേരളം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്കാണ്. ഡൽഹിയിൽ ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി 31 പേരുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് അംഗീകാരം നൽകിയതോടെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ വിജയസാധ്യതയ്ക്ക് ഹൈക്കമാൻഡ് മാനദണ്ഡങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു പട്ടികയാണ് ഇക്കുറി പുറത്തു വന്നിരിക്കുന്നത്. ഈ പട്ടികയിലെ ഏറ്റവും നിർണായകമായ തീരുമാനം സിറ്റിംഗ് എംപിമാരെ നിയമസഭാ പോരാട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നതാണ്. KPCC അധ്യക്ഷൻ K സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ തുടങ്ങിയ മുതിർന്ന എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ദേശീയ നേതൃത്വം അത് നിരാകരിച്ചു. കേന്ദ്രത്തിൽ ഭരണകക്ഷിക്കെതിരെ ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ അംഗബലം കുറയാൻ പാടില്ലെന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും കർശന നിലപാടാണ് ഇതിന് പിന്നിൽ. എംപിമാർ നിയമസഭയിലേക്ക് വരുന്നതിലൂടെ പ്രാദേശിക നേതാക്കളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിക്കുമെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയും വ്യക്തമാക്കി. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാൻ അവസരം ലഭിക്കും. എന്നാൽ 3 മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ പശ്ചാത്തലത്തിൽ പാലക്കാട് ഒരു പുതിയ മുഖത്തെ കണ്ടെത്തേണ്ടി വരും. യുവത്വത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം മണ്ഡലത്തിലെ സ്വീകാര്യതയുള്ള ഒരാളെ കണ്ടെത്താൻ നേതൃത്വം പാടുപെടുകയാണ്. മുതിർന്ന നേതാവ് K ബാബു സ്വയം മാറി നിൽക്കാൻ തീരുമാനിച്ചത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് പകരം ദീപക് ജോയിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും M ലിജുവിനെ പോലെയുള്ള യുവ നേതാക്കളെ അവിടെ പരീക്ഷിക്കാൻ ഹൈക്കമാൻഡ് ആലോചിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള പീഡന ആരോപണവും അതിനെ തുടർന്നുണ്ടായ സഭാവൃന്ദങ്ങളുടെ സമ്മർദ്ദവും പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാക്കിയിരിക്കുകയാണ്. സീറോ മലബാർ സഭ മനോജ് മുത്തേടനായി രംഗത്തെത്തിയത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. മാർച്ച് 13 ചേരുന്ന യോഗത്തിൽ ഇതിന് അന്തിമ തീരുമാനമുണ്ടാകും. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തെ മാറ്റേണ്ടതില്ലെന്ന നിലപാടിലാണ് പാർട്ടി. വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണം പാർട്ടിക്കുള്ളിൽ വലിയ തലവേദന ഉണ്ടാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയസാധ്യത മുൻനിർത്തി ബാലകൃഷ്ണനെ തന്നെ നിലനിർത്താനാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ CPM മുൻ നേതാവ് G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് UDF പിന്തുണ നൽകുന്ന കാര്യം സജീവ പരിഗണനയിലാണ്. ഇത്തരമൊരു നീക്കം നടന്നാൽ ആലപ്പുഴ ജില്ലയിലെ LDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും. ഇത്തരത്തിലുള്ള സൗഹൃദ മത്സരങ്ങൾ വഴിയോ പിന്തുണ വഴിയോ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാനാണ് UDF ലക്ഷ്യമിടുന്നത്. വിദ്യാ ബാലകൃഷ്ണൻ, KM അഭിജിത്ത്, ബിന്ദു കൃഷ്ണ തുടങ്ങിയവരുടെ സാന്നിധ്യം പട്ടികയിൽ വനിതാ യുവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ശ്രമിച്ചതിന്റെ ലക്ഷണമാണ്. നിയമമണ്ഡലത്തിൽ വൈഷ്ണവ സുരേഷിനെ പോലുള്ള പുതുമുഖങ്ങളെ പരിഗണിക്കുന്നതിലൂടെ പുതിയ വോട്ടർമാരെ ആകർഷിക്കാൻ സാധിക്കുമെന്നും പാർട്ടി കരുതുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചാലുടൻ പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചത്. മികച്ച പട്ടികയാണിതെന്ന് സ്ഥാനാർത്ഥികൾ ആരെന്നറിയുമ്പോൾ ജനങ്ങൾ ബോധ്യപ്പെടുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന രീതി കോൺഗ്രസിന് ഇല്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം ലഭിച്ച MLA-മാർ ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയും അധികാരം നഷ്ടപ്പെട്ട പാർട്ടിയെ സംബന്ധിച്ച് ഇക്കുറി ഭരണം പിടിച്ചെടുക്കുക എന്നത് അനിവാര്യമാണ്. ഗ്രൂപ്പ് തർക്കങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് സിറ്റിംഗ് MLA-മാരെ നിലനിർത്തിയും MPമാരെ മോഹങ്ങൾക്ക് തടയിട്ടും ഹൈക്കമാൻഡ് നടത്തുന്ന ഈ നീക്കം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ആവേശം പകരുന്നുണ്ട്. എങ്കിലും പാലക്കാട്, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വം എത്രയും വേഗം പരിഹരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പര്യാപ്തമാകുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. അഴിമതിക്കും അരാജകത്വത്തിനും എതിരെയുള്ള പോരാട്ടം എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഈ 31 പേരുടെ പട്ടിക പാർട്ടിയുടെ വിജയയാത്രയുടെ തുടക്കമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കോൺഗ്രസ് പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും അതിലെ മാനദണ്ഡങ്ങളും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായകമായി സ്വാധീനം ചെലുത്തും. പ്രധാനമായും 3 തലങ്ങളിലാണ് ഈ തീരുമാനങ്ങൾ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക. സിറ്റിംഗ് MPമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കേണ്ടെന്ന ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടിയിൽ വലിയൊരു വിഭാഗം പ്രാദേശിക നേതാക്കൾക്ക് ആശ്വാസം നൽകുന്നു. ഇത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ ആവേശം വർദ്ധിപ്പിക്കും. എന്നാൽ K സുധാകരനെ പോലുള്ള കരുത്തരായ നേതാക്കളുടെ അഭാവം ചില മണ്ഡലങ്ങളിലെ പ്രചാരണ വീര്യത്തെ ബാധിച്ചേക്കാം. VT ബൽറാം, KM അഭിജിത്ത്, വിദ്യാ ബാലകൃഷ്ണൻ തുടങ്ങിയ യുവ നേതാക്കൾക്ക് നൽകിയ മുൻഗണന വഴി യുവ വോട്ടർമാരെ ആകർഷിക്കാൻ കോൺഗ്രസിന് സാധിക്കും. ഇത് LDFന്റെ യുവജന മുൻതൂക്കത്തെ പ്രതിരോധിക്കാനും സഹായിക്കും. പാലക്കാട്, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പെരുമ്പാവൂരിൽ സഭയുടെ നിലപാട് നിർണായകമാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ളവരുടെ പുറത്താക്കൽ പാലക്കാട് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ അത് BJPക്ക് ഗുണകരമായേക്കാം. ചുരുക്കത്തിൽ ഗ്രൂപ്പ് പോര് മറന്ന് പ്രൊഫഷണലായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് കോൺഗ്രസിന് അനുകൂല ഘടകമാണ്. എങ്കിലും വിവാദ മണ്ഡലങ്ങളിൽ എത്ര വേഗം സമവായം ഉണ്ടാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും UDFന്റെ തിരഞ്ഞെടുപ്പ് വിജയം.